രാജ്യദ്രോഹത്തിന് തൂക്കിലേറ്റിയല്ലോ ഇവനെങ്ങനെ രക്ഷപ്പെട്ടു? അനങ്ങി പോകരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ ആഭ്യന്തരമന്ത്രിയുടെ തല ചിന്നി ചിതറും. ഗോ ബാക്ക്. അടുത്ത് വരരുത്. ഇത് അബൂബക്കർ തന്നെ? അതെ, അബൂബക്കറാണ് ഞാൻ. രാജ്യദ്രോഹിയായ അബൂബക്കർ, പാകിസ്ഥാൻ ചാരനായ അബൂബക്കർ, നമ്മുടെ നിയമം നിർദ്ദയം തൂക്കിലിട്ട പഴയ പട്ടാളക്കാരൻ സുബേദാർ അബൂബക്കറാണ് ഞാൻ. പക്ഷേ ഞാൻ മരിച്ചില്ല. പരമോന്നത നീതിപീഠം ഇവിടെ ഈ മണ്ണിലല്ല, അതങ്ങ് മോളിലാണ്, അള്ളാഹുവിന്റെ സൗധത്തിൽ. അവിടെ നിന്ന് വെറുതെ വിട്ടു. തളിയൂർ അമ്പലത്തിലെ ബോംബ് സ്ഫോടനത്തിന്റെ യഥാർത്ഥ കഥ ആഭ്യന്തരമന്ത്രി മുഹമ്മദ് കുട്ടി നിങ്ങളോട് പറയും. എന്നിട്ട് നിങ്ങൾ അന്തിമ വിധി എഴുതണം. ദാദാ സാഹിബിന്റെ മകൻ രാജ്യദ്രോഹിയാണെങ്കിൽ ഇവിടെ ഈ വേദിയിൽ വെച്ച് നിങ്ങൾക്ക് എന്നെ കല്ലെറിഞ്ഞു കൊല്ലാം. ഉറക്കെ ഉറക്കെ വിളിച്ചു പറ. മുഴുവൻ സത്യങ്ങളും വിളിച്ചു പറയണം. തെറ്റുപറ്റിപ്പോയി, മാപ്പാക്കണം. തളിയൂരമ്പലത്തിൽ ബോംബ് വെച്ചത് അബൂബക്കർ അല്ല. ഞങ്ങളല്ല ചെയ്തത്. രാജ്യം തകർക്കാൻ ISIയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ബോംബ് സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്തത് ഞങ്ങളാ. തളിയൂരമ്പലം ഉൾപ്പെടെ 10ഓളം സ്ഫോടന പരമ്പരകൾ നടത്തി ഇതിനെല്ലാം നേതൃത്വം നൽകിയ സപ്പർ എന്ന് വിളിക്കുന്ന ഞങ്ങളുടെ നേതാവ് ഈ ഗവർണറാ. തൊട്ടുപോരുവന് അബൂനെ കൊന്നുകൊണ്ട് മാത്രം ഈ രക്ഷപ്പെടൂല റഹ്മത്തലി. ഈ ബാളിന് മയ്യത്തായ എന്റെ ബാപ്പന്റെ പ്രായണ്ട്. ലാഹോറിൽ ഒരിക്കല് ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ തോക്കിന്റെ മുമ്പെന്ന് എന്റെ ബാപ്പ ലഖാരിന്റെ ജീവൻ രക്ഷിച്ച ബാളത്.